നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതാ നിന്റെ മോളെ വിളിക്കാൻ. വിളിക്കണോ? വിളിക്കുന്നുണ്ടോ? വിളിക്ക. ഡാഡി പുറപ്പെട്ടോ? ഡാഡി അല്ല, വന്ദന ശർമ്മ, ദുബായിലെ പേര് കേട്ട ആർജെ. ധാരാളം ആരാധകരുള്ള റേഡിയോ ജോക്കി. നിങ്ങളാരാ? ഡാഡിയുടെ ഫോൺ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എടി കൊച്ചേ, നിന്റെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി ഞാൻ ആരാണെന്ന് പറയാം. സൂര്യദേവ്. എന്താ, എവിടെയെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ ഡാഡി എവിടെ? ഡാഡി എന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. സംസാരിക്കണം. തന്റെ മോളോട് സംസാരിക്കും. ഡാഡി എന്താ അവിടെ? മോളെ, ഞാൻ പിടിക്കപ്പെട്ടു. മതി, കൂടുതൽ തന്നെ സംസാരിക്കണം. കൂടുതൽ ചോദ്യം ചെയ്യലും സംസാരമൊന്നും വേണ്ട. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഡാഡി വരാനിരുന്ന ഫ്ലൈറ്റ് തന്നെ വരും. ഡാഡി മോൾക്കൊരു ചെറിയ ഗിഫ്റ്റ് തന്നില്ലേ? സോറി, ഗിഫ്റ്റ് അല്ലല്ലോ, രണ്ടാളും കൂടി അടിച്ചു മാറ്റിയതല്ലേ അത്. ആ 10 കോടി രൂപ ഈ നിമിഷം എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കണം. അയച്ചില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയണം. അതെ, അറിയണം. താൻ എന്നെ എന്ത് ചെയ്യും? മോശം. ദുബായിലും ലോകത്ത് പലയിടത്തും ആരാധകരുള്ള വന്ദന ശർമ്മയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണമല്ലേ? ഈ നിമിഷം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഡാഡിയെ മുൻനിർത്തി ഞാനൊരു ലൈവ് വരാൻ പോവാ. എന്താ, കാണണോ? താനും തന്റെ ഡാഡിയും ചെയ്ത ചതിയെപ്പറ്റി ഞാൻ ലോകത്തോട് വിളിച്ച് പറയട്ടെ? വേണ്ട. എങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. മോളെ, ഇവൻ പറയുന്ന പോലെ ചെയ്യുന്നല്ല. വെറുതെ നിന്റെ പേര് നീ കളയണ്ട. വേഗം കാശി തിരിച്ചയക്ക്. ഓക്കെ ഡാഡി, ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. അപ്പൊ പറഞ്ഞതുപോലെ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയാൽ ഉടൻ ഡാഡി ഞാൻ റിലീസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. ഗുഡ്. എന്റെ സർവ്വതും നശിച്ചു. എന്റെ സകലതും പോയി. ഞാനെന്തിനു ജീവിക്കണം? ഇറങ്ങി പോടാനും പോടാ. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇനി
അവളുടെ ഫോൺ എങ്ങാനും സൈലന്റ് ആയിരിക്കുമോ? ശേ, ദേണ്ട വിളിക്കുന്നുണ്ട്. മോളെ, മാനസിക എന്താ പറ്റിയേ? അമ്മ ഇതെങ്ങനെ അറിഞ്ഞു? അത് ഇവൻ സേതു ഇവിടെ വന്നപ്പോ പറഞ്ഞു. സൂര്യ സേതുവിനെ വിളിച്ചപ്പോ പറഞ്ഞു തന്ന്. ഒന്നും പറയണ്ട അമ്മേ, അവളൊരു അബദ്ധം കാണിച്ചതാ. ദൈവാധീനം കൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്താ ശരിക്കും സംഭവിച്ചേ? ഇവൻ ഇവിടെ വന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. മാനസയാണ് പൈസ എടുത്തതിന്റെ പിന്നിലെന്ന് പറഞ്ഞു. ശരിയാണോ മക്കളെ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായമ്മേ. പക്ഷേ ഇപ്പൊ സത്യാവസ്ഥ പുറത്തു വന്നു. കാശെടുത്ത ആളെ കിട്ടി. കാശ് തിരികെ കിട്ടുകയും ചെയ്തു. ആണോ? എന്റെ ഭഗവാനെ, സത്യമാണോ നീ പറയുന്നേ? അപ്പൊ ആ കുഞ്ഞല്ലേ ഇതിന്റെ പിന്നില്? അല്ല അമ്മേ, പാവം, അവൾ അങ്ങനെയൊന്നും ചെയ്യുന്ന പെണ്ണല്ല. വെറുതെ നമ്മൾ സംശയിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുട്ടി സംസാരിച്ചോ? ആ, സംസാരിച്ചമ്മേ. കുറച്ചുകൂടെ കഴിയുമ്പോ വീട്ടിലേക്ക് കൊണ്ടുപോകും. അമ്മേ, സേതുവിന്റെ അടുത്തുണ്ടോ? ആ, എവിടെയുണ്ട്, ഞാൻ കൊടുക്കാം. ചുമ്മാ ഒന്ന് ഓരോന്ന് പറയും. ഞാൻ സംസാരിക്കും. പറമോളെ. സേതുട്ടാ, വെറുതെ മാനസയെ തെറ്റിദ്ധരിക്കണ്ട. അത് സൂര്യക്ക് എനിക്കും ഒരു അബദ്ധം പറ്റിയതാ. മാനസിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. സൂര്യനെ മോളെ എന്നോട് പറഞ്ഞു. അല്ല, എന്നിട്ട് ഇപ്പൊ എന്തായി? ആ കാശ് തിരിച്ചു കിട്ടിയേട്ടാ. അതൊക്കെ പറയാൻ പോയാ ഒരുപാടുണ്ട്. എന്തായാലും സൂര്യക്ക് ദൈവത്തിന്റെ കാവലുണ്ടായിരുന്നു. സൂര്യക്കല്ല മോളെ, നിനക്കാ ദൈവത്തിന്റെ കാവലുള്ളത്. നിന്നെ ആയിരുന്നല്ലോ എല്ലാവർക്കും സംശയം. എല്ലാവരെയും പറയുന്ന എന്തിനാ സേതുട്ടാ? ആന്റി മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ വന്ന് ഇടപെടാത്തത്. അല്ലെങ്കിൽ ഞാൻ തന്നെ അവരുടെ സംശയം തീർത്തു കൊടുത്തന്നെ. വിട്ടേക്ക് സേതുട്ടാ, വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇതിനൊക്കെ ക്ഷമിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ മോളെ. അതെ സേതുട്ടാ, എത്ര ശ്രമിച്ചാലും തിരുത്താൻ പറ്റാത്തവരെ വിട്ടേക്കാം, അത്ര തന്നെ. പിന്നെ സൂര്യ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. സൂര്യ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അത് നേരാ, സൂര്യ മാത്രം നീ നോക്കിയാൽ മതി. എന്നാ ശരി സേതുട്ടാ, ഞാൻ വിളിക്കാം. ആ, ശരി ശരി മോളെ. ഇങ്ങോട്ടാ. ഓ, എന്തായാലും ദൈവം രക്ഷിച്ചു. പോയെന്ന് പറഞ്ഞ കാശ് തിരിച്ചു കിട്ടിയല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പേട് അങ്ങനെ ചെയ്യത്തില്ലാന്ന്. ഞാൻ മാത്രമല്ല അമ്മേ, സൂര്യയും ഭാവന എല്ലാരും അവിടെ സംശയിച്ചില്ലേ? സംശയിക്കാൻ എല്ലാവർക്കും പറ്റും സേതുവേട്ടാ. അവിടെ ഒരു നിരപരാധിയാ ശിക്ഷിക്കപ്പെടുന്നത്. ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്യാനുള്ള ധൈര്യമൊന്നും മാനസിക്കില്ല സേതുവേട്ടാ. ആരും നമ്മളൊന്നും കാണുന്ന പോലെ അല്ല മോളെ. ഓരോന്നും നടക്കുമ്പോഴേ നമ്മൾക്ക് പലരെ കുറിച്ച് മനസ്സിലാക്കത്തുള്ളൂ. എന്തായാലും ആ കുട്ടി ഒരു ആപത്തും കൂടാതെ രക്ഷപ്പെട്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ഭാവനയുടെ സംസാരത്തിൽ പോലും നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കുമോ അമ്മേ? കുറെ നാളായിട്ട് ഒരേ വീട്ടിൽ കഴിയുന്നവരല്ലേ. മനസ്സ, സോറി. എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടും കൈ കാണിച്ചത്? സൂര്യ നിന്നോടൊരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനെങ്ങനെയാ ചെയ്യാ? ഞാനല്ലെങ്കിലും എന്റെ അച്ഛനല്ലേ ആ മഹാപാപം ചെയ്തത്. അപ്പോ ഞാൻ വേണ്ടേ സോറി പറയാൻ? സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് മണിശർമ്മയാ അയാളുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തത്. അതേ മാനസ, കുറച്ചു മുമ്പ് ആ കാശ് എന്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനാ മോളെ സൂര്യയുടെ ഫോണിൽ വന്ന് OTP ബാങ്കിന് പറഞ്ഞു കൊടുത്തത്. ഈ അച്ഛനോട് നീ ക്ഷമിക്കുക. അല്ലാതെ മണിശർമ്മയ്ക്ക് കൊടുക്കാനുള്ള കാശിന് ഞാൻ വേറൊരു വഴിയും കണ്ടില്ല. മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. മോളെ കൊണ്ടുപോവാൻ ഇനി ആരും ഇവിടേക്ക് വരില്ല. അതേ മാനസ, മണിശർമ്മയുടെ ആവശ്യം ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കുക. അയാളുടെ അനുജനെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാന്നാ സൂര്യ പറഞ്ഞിരിക്കുന്നത്. എന്നാലും നീ അമ്മയെ കുറിച്ചെങ്കിലും ഓർത്തില്ലല്ലോ മോളെ. സൂര്യ എന്നെ സംശയിച്ച സ്ഥിതിക്ക് പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയമ്മേ. അതുകൊണ്ടാ ഞാൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മനസ്സ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും
ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ലായിരുന്നു. ഇപ്പോ മാനസമ്മോൾക്ക് ചെയ്തു തെറ്റാണ് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അതെങ്കില് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഒരു നിമിഷം എനിക്കെല്ലാം നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ വന്നു. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ചിന്തിക്കണം മനസ്സ. ഒന്നുമില്ലെങ്കിലും നമ്മളെ ഓർത്ത് വേദനിക്കുന്ന അച്ഛനമ്മമാരെ കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കണം. ജയ, ഇനി ഇവളിങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തിയിട്ട് ഇവളുടെ കല്യാണം ഉടനെ നടത്തി കൊടുക്കണം. മാനസ മോളെ എന്നെ സമ്മതം മോളുന്നു, അന്ന് നമ്മള് ഇവളുടെ കല്യാണം നടത്തും. അല്ലേ മോളെ?